ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നൊരു പോർഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും പറയുന്ന ഇന്ത്യയിലെ നദികളും അതിർത്തികളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ അതിനകത്ത് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടുന്ന ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകതകൾ, ഇന്ത്യയുടെ അതിർത്തികൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യ പറയുമ്പോൾ ഇന്ത്യയിൽ ഉപഭൂഖണ്ഡം എന്താണെന്ന് നമുക്ക് നോക്കണം. അതായത് എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഉൾപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ പ്രാചീന വൻകരയായിട്ടുള്ള ഗ്വാണ്ട്വാനോ എന്ന് പറയുന്ന ഒരു ലാൻഡുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രാചീന വൻകരയായിട്ടുള്ള ഗ്വാണ്ട്വാനോ ലാൻഡിൽ നിന്ന് വേർപെട്ട് രൂപപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അത് ഏഷ്യ വൻകരയുടെ ഭാഗമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അത് ഗ്വാണ്ട്വാനോ ലാൻഡ് എന്ന് പറയുന്ന ഒരു ലാൻഡുണ്ട്. അതായത് പാഞ്ചിയ, പന്തലാസ എന്നൊക്കെ പറയുന്ന സമുദ്രങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പാഞ്ചിയ, പന്തലാസ സമുദ്രങ്ങളിൽ ഉള്ള ഒരു ലാൻഡാണ്, ഒരു ഭൂഖണ്ഡമാണ് ഗ്വാണ്ട്വാനോ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്വാണ്ട്വാനോ ലാൻഡിൽ നിന്ന് വേർപെട്ട് രൂപപ്പെട്ട അതാണ് ഏഷ്യൻ ഭൂഖണ്ഡം. അപ്പോൾ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇനി ഈ ഏഷ്യൻ ഭൂഖണ്ഡം, അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിൻ്റെ ഭാഗമാണ്. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഏഷ്യൻ വൻകര അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പർവ്വതങ്ങളൊക്കെ തന്നെ മടക്കുപർവ്വതങ്ങളാണ്. അതായത് ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ വൻകരയിലെ മിക്കവാറുമുള്ള പർവ്വതങ്ങളെല്ലാം തന്നെ മടക്കുപർവ്വതങ്ങളായിരിക്കും. കാരണം ഈ പറയുന്ന ഇന്തോ ഓസ്ട്രേലിയൻ ഫലകങ്ങൾ തെന്നിമാറി ഈ പറയുന്ന ഇന്തോ ഓസ്ട്രേലിയൻ ഫലകങ്ങൾ ഫലകചലന സിദ്ധാന്തപ്രകാരം, അതായത് പ്ലേറ്റോ നെപ്റ്റ്യൂണിക് തിയറി അനുസരിച്ച് ഇവ ഇങ്ങനെ സഞ്ചരിച്ച് ഇവ തമ്മിൽ കൂടിച്ചേർന്ന്, അതായത് മടക്കുകൾ രൂപപ്പെട്ട് അത്തരത്തിലൊരു മടക്കുപർവ്വതങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അത്തരത്തിൽ നല്ലൊരു മടക്കുപർവ്വതത്തിന് ഉദാഹരണം, അല്ലെങ്കിൽ വലിയൊരു മടക്കുപർവ്വതത്തിന് ഉദാഹരണമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ രൂപം കൊണ്ട, അതായത് ഫലകചലന സിദ്ധാന്തപ്രകാരം രൂപം കൊണ്ട ഒരു മടക്കുപർവ്വതത്തിന് ഉദാഹരണമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരാം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 7 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ ഉൾപ്പെടുന്ന 7 രാജ്യങ്ങളാണ് കാണപ്പെടുന്നത്. അതിനകത്ത് ഒന്നാമത്തേതായിട്ട് ഇന്ത്യ, ഇനി അതുപോലെ തന്നെ പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്സ്, ഇത്തരത്തിൽ 7 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അതായത് ഫലകചലന സിദ്ധാന്തത്തിലൂടെ വന്നു ചേർന്ന രാജ്യങ്ങൾ, അതായത് ഈ രാജ്യങ്ങൾ പല പല പ്രദേശത്തുള്ള മേഖലകൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ വന്നു ചേർന്ന് ഈ രാജ്യങ്ങളായിട്ട് മാറി, ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ഉപഭൂഖണ്ഡമായിട്ട് മാറുകയാണ് ചെയ്തത്. അത്തരത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 7 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഈ ഒരു ഓർഡറിൽ തന്നെ നോക്കി വെച്ചിരുന്നാൽ മതി. അതായത് ഇന്ത്യ നമ്മൾ മാപ്പിൽ കാണുക, ഇന്ത്യയുടെ ഭൂപടം കാണുക. അപ്പോൾ ഇന്ത്യയുടെ ഭൂപടത്തിൽ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ നേപ്പാൾ, അത് കഴിഞ്ഞ് ഭൂട്ടാൻ, അത് കഴിഞ്ഞ് ബംഗ്ലാദേശ്, അത് കഴിഞ്ഞ് കടലിലോട്ട് വരികയാണ്, അവിടെ ശ്രീലങ്ക, പിന്നീട് മാലിദ്വീപ്സ്. ഇങ്ങനെ റൗണ്ട് സൈക്കിൾ പോലെ നമ്മൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. അങ്ങനെ 7 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത്, ഈ 7 രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളിൽ ഏറ്റവും വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഇന്ത്യ തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും വടക്കേ അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതമാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അതിർത്തി എന്ന് പറയുന്നത് ഹിമാലയ പർവ്വതവും, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്, ഇന്ത്യൻ ഓഷനാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഇനി നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് ഉണ്ട്. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഈ പറയുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക്
വടക്ക് പടിഞ്ഞാറൻ ഭാഗം, അതായത് വടക്ക് പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കുഷ് പർവ്വതനിരയാണ് കാണപ്പെടുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് കാണപ്പെടുന്നത് ഹിന്ദുക്കുഷ് പർവ്വതനിര, അതാണ് അതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. അതേസമയം വടക്ക് കിഴക്കനുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കൻ എന്ന് പറയുന്നത് പൂർവ്വഘട്ടമാണ്. വടക്ക് കിഴക്കൻ മേഖല എന്ന് പറയുന്നത് പൂർവ്വഘട്ടം, അല്ലെങ്കിൽ പൂർവാചൽ, അല്ലെങ്കിൽ ഈസ്റ്റേൺ മലനിരകൾ, അല്ലെങ്കിൽ അരക്കനിയോമ മലനിരകൾ ആണ് കാണപ്പെടുന്നത്. ഏതാണ്? കിഴക്ക് പടിഞ്ഞാറൻ എന്ന് കിഴക്ക് വടക്ക് എന്ന് പറയുന്നത്, വടക്ക് കിഴക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് തെക്ക് വരെയാണ്. തെക്ക് പടിഞ്ഞാറനുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഏതാണ്? തെക്ക് പടിഞ്ഞാറ് വരുമ്പോൾ അറബിക്കടലാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ അതിർത്തി എന്ന് പറയുമ്പോൾ അറബിക്കടലും, അതേസമയം തെക്ക് കിഴക്കനുണ്ട്. അപ്പോൾ തെക്ക് കിഴക്കൻ ഭാഗം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലുമാണ്, ബംഗാൾ ഓഷനുമാണ് കാണപ്പെടുന്നത്. ഇത്തരത്തിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ കാണപ്പെടുന്നത്. ഇനി എന്താണ് ഇന്ത്യൻ പെനിൻസുല അഥവാ ഇന്ത്യൻ ഉപദ്വീപ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ഉപദ്വീപ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപദ്വീപ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഭാഗവും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖല, 3 ഭാഗവും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ ഉപദ്വീപ് എന്ന് പറയുന്നത്. 3 ഭാഗവും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെയാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഉപദ്വീപിൻ്റെ വടക്കു ഭാഗത്ത് വിന്ധ്യ സത്പുര പർവ്വതനിരകളാണ്, അല്ലെങ്കിൽ വിന്ധ്യ പർവ്വതനിരകളാണ് കാണപ്പെടുന്നത്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് ഇന്ത്യൻ ഓഷനാണ്. ഏറ്റവും കിഴക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് അറബിക്കടലുമാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഇന്ത്യൻ ഉപദ്വീപ് അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുലയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരി നദിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ നദി. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഉപദ്വീപിനെ വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിന്ധ്യ സത്പുര പർവ്വതനിരയാണ്. അല്ലെങ്കിൽ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വിന്ധ്യ പർവ്വതനിരയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ എന്ത് ചെയ്യുന്നത്? വേർതിരിക്കുന്ന പർവ്വതനിര എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എക്സാക്റ്റ് പടിഞ്ഞാറൻ ഭാഗം, ആ പടിഞ്ഞാറൻ ഭാഗത്തുള്ള പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമഘട്ട പർവ്വതനിരയാണ്. കിഴക്കൻ ഭാഗത്തുള്ള പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വഘട്ട പർവ്വതനിരയാണ്. ഈസ്റ്റേൺ ഘട്ടാണ് കിഴക്കു ഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ. ഇനി ഭൂവിസ്തൃതിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഭൂവിസ്തൃതിയുടെ കേസ്, അതായത് ലോകരാജ്യങ്ങളുടെ കേസിൽ ഇന്ത്യയുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2.42% മാത്രമേ ഇന്ത്യയുടെ ഭൂവിസ്തൃതി വരുന്നുള്ളൂ, ലോകരാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ലോകരാജ്യങ്ങളിൽ തന്നെ ഇന്ത്യയുടെ എന്ന് പറയുന്നത് 2.42% മാത്രമേ ഉള്ളൂ. അതായത് ലോകരാജ്യങ്ങൾ എടുക്കുമ്പോൾ ഇന്ത്യക്ക് വലിപ്പത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് റഷ്യയാണ്. ഏറ്റവും വലിപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭൂവിസ്തൃതി കൂടിയ പ്രദേശം എന്ന് പറയുന്നത് റഷ്യയാണ്. അതുപോലെ അടുത്തത് കാനഡ, അത് കഴിഞ്ഞിട്ട് 3ാം സ്ഥാനം എന്ന് പറയുന്നത് ചൈനയാണ്. 4ാം സ്ഥാനം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അതുപോലെ തന്നെ അടുത്ത സ്ഥാനം ബ്രസീലാണ്. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയ, 6ാം സ്ഥാനം ഓസ്ട്രേലിയയാണ്. പിന്നീട് 7ാമതായിട്ട് വലിപ്പത്തിൽ 7ാം സ്ഥാനത്ത് വരുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കാൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് RC ക്യൂബ എന്ന് പറയുന്നൊരു കോഡ് കൊടുത്തു വെച്ചിരുന്നാൽ മതി. RC ക്യൂബ. അപ്പോൾ ആ ലെറ്റേഴ്സ് എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് നമുക്ക് R മീൻസ് റഷ്യ, C മീൻസ് കാനഡ, ഇനി ക്യൂബ വരെയാണ്. ക്യൂബയിൽ ആദ്യത്തേത് ചൈന, U എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ക്യൂബയിലെ B എന്ന് പറയുന്നത് എന്താണ്? ബ്രസീൽ, പിന്നെ ലാസ്റ്റ് ഓസ്ട്രേലിയ. ഇങ്ങനെ 6 രാജ്യങ്ങൾ ഇന്ത്യക്ക് മുമ്പായിട്ട് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരും. ഇനി 7ാമത് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ 7ാം സ്ഥാനമാണ് എന്തിനുള്ളത്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഉള്ളത്. നമുക്കൊന്ന് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് പറ്റും. ഇനി ഇതിപ്പം ഇന്ത്യയുടെ കേസസ് നമ്മൾ പറഞ്ഞു. ഇന്ത്യ ഏത് ഉപഭൂഖണ്ഡത്തിലാണെന്ന് പറഞ്ഞു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇന്ത്യൻ പെനിൻസുലയുടെ പ്രത്യേകത, അതായത് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്ത്യൻ ഇന്ത്യയുടെ ജോഗ്രഫിക്കലി ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ ഭൂഗോളത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ള കേസാണ് ഇനി നമ്മൾ പരിഗണിക്കാനായിട്ട് പോകുന്നത്. അതായത്
ഭൂമിയുടെ സ്ഥാനം, ഭൂമിയിൽ ഇന്ത്യയുടെ സ്ഥാനം പറയുമ്പോൾ ആദ്യം ഭൂമിയുടെ ഒരു കിടപ്പ് അല്ലെങ്കിൽ ഭൂമിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നത് എന്നുള്ള കേസ് നമ്മൾ പറയണം. അതായത് ഭൂമി പരിഗണിക്കുകയാണ്. അപ്പോൾ ഭൂമി ഗോളാകൃതിയിലാണെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒരു രേഖ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഒന്ന് ഉത്തരാർദ്ധഗോളവും ഒന്ന് ദക്ഷിണാർദ്ധഗോളവും എന്ന് പറഞ്ഞ് 2 ഗോളങ്ങളായിട്ട്, ഒന്ന് വടക്കു ഭാഗത്തും ഒന്ന് തെക്കു ഭാഗത്തുമുള്ള 2 ഈക്വൽ പാർട്സ് ആക്കി വിഭജിക്കുന്നു എന്ന് വെച്ചോ. അപ്പോൾ ആ പറയുന്ന രേഖ ഭൂമിയെ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവുമായിട്ട് വിഭജിക്കുന്ന ആ നടുക്കൂടി കൂടി പോകുന്ന ആ ഒരു ലൈനിന് പറയുന്ന പേരാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു രേഖകളെ, ഇത്തരത്തിൽ ഒരുപാട് രേഖകൾ കാണപ്പെടും. ഭൂമിക്ക് കുറുകെ ഒരുപാട് രേഖകൾ കാണപ്പെടുന്നു. അതിനെയാണ് അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അക്ഷാംശ രേഖകളിൽ ഏറ്റവും നടുക്കായിട്ട് ഭൂമിയെ 2 ഭാഗങ്ങളായി മാറ്റുന്ന, ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്ന അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേരാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അത് 0 ഡിഗ്രി അക്ഷാംശ രേഖയായിരിക്കും എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമധ്യരേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി തിരിക്കുന്നു. മുകളിൽ ഉത്തരാർദ്ധഗോളവും വടക്കു ഭാഗത്ത് ഉത്തരാർദ്ധഗോളവും തെക്ക് ഭാഗത്ത് ദക്ഷിണാർദ്ധഗോളം എന്ന് പറഞ്ഞ് 2 ഈക്വൽ എന്തിയാണ് മാറ്റമാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉത്തരാർദ്ധഗോളത്തിലാണ്, അതായത് നോർത്തേൺ റീജിയണിലാണ്, വടക്ക് റീജിയണിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം എന്നിങ്ങനെ 2 ഭാഗങ്ങളായി വിഭജിക്കുമ്പോൾ അതിൽ തന്നെ ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതായത് നോർത്ത് ഭാഗത്ത്, വടക്ക് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 8 ഡിഗ്രി നോർത്ത് മുതൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, അതുപോലെ തന്നെ നോർത്ത് മുതൽ 36 മിനിറ്റ് നോർത്ത് വരെയുള്ള ഉത്തരാർദ്ധഗോള ഭാഗത്താണ് അല്ലെങ്കിൽ ഉത്തര അക്ഷാംശത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഉത്തര അക്ഷാംശത്തിലാണ് അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് മനസ്സിലാക്കി. അതിൽ തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള പറഞ്ഞാൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, അതുപോലെ തന്നെ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തിനും ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നേരെ തിരിച്ച്, അതായത് നേരെ മുകളിൽ നിന്ന് താഴോക്ക്, അതായത് മുകൾ അതായത് പോളാർ റീജിയൻസ് വെച്ച് ധ്രുവ താഴേക്ക് എന്ത് ചെയ്യാം, പല ലൈൻസുകളായിട്ട് എന്ത് ചെയ്യാം, വിഭജിക്കാം. ഇതൊക്കെ സാങ്കല്പിക രേഖകളാണ്. ഇത്തരത്തിൽ പല ലൈൻസുകളായിട്ട് വിഭജിക്കാം. അവയെ വിളിക്കുന്ന പേരാണ് രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. ഇതിനെ അക്ഷാംശ രേഖകൾ എന്ന് വിളിച്ചാൽ ഇവയെ എന്ത് വിളിക്കാം, രേഖാംശ രേഖകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും നടുക്കൂടി പോകുന്ന 0 ഡിഗ്രി രേഖാംശ രേഖയുണ്ട്. ഏറ്റവും സെൻറ്ററിൽ കൂടി പോകുന്ന 0 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ അഥവാ പ്രീ മെറിഡിയൻ എന്നൊക്കെ വിളിക്കുന്നത്. ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഈ 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് എന്ന് പറയുന്ന ഒരു പ്രദേശത്തു കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിനെ ഗ്രീനിച്ച് രേഖ എന്നുകൂടി വിളിക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്ന പേര് ഗ്രീനിച്ച് രേഖ അഥവാ പ്രീ മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. ഇനി പ്രീ മെറിഡിയൻ വെച്ച് ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രീ മെറിഡിയൻ, അതായത് ഈ പറയുന്ന 0 ഡിഗ്രി രേഖാംശ രേഖ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ ഈ പറയുന്ന ഭൂമിയെ വീണ്ടും 2 അർദ്ധഗോളങ്ങളാക്കി തിരിക്കുകയാണ്. ഒന്ന് കിഴക്കൻ അർദ്ധഗോളങ്ങളും, അതായത് പൂർവ ഏരിയ എന്ന് പറയുന്ന പൂർവാർദ്ധഗോളം എന്ന് പറയുന്ന ഏരിയയും, ഒന്ന് പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്നത്, അതായത് പശ്ചിമാർദ്ധഗോളം എന്ന് പറയുന്ന 2 ഭാഗങ്ങളാക്കി എന്ത് ചെയ്യാണ്, പശ്ചിമവും എന്ന് പറയുന്ന 2 ഭാഗങ്ങളാക്കി എന്ത് ചെയ്യാണ്, മുറിക്കുകയാണ്, ഈക്വൽ പാർട്സ് ആക്കി മുറിക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എവിടെയാണ്, കിഴക്കാണോ പടിഞ്ഞാറാണോ ഇന്ത്യയുടെ സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിഴക്ക് അർദ്ധഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. കിഴക്കൻ അർദ്ധഗോളം അല്ലെങ്കിൽ പൂർവ്വ രേഖാംശ ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അതും എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 68 ഡിഗ്രി 68 ഡിഗ്രി ഈസ്റ്റ് ആണ് അല്ലെ, കിഴക്ക് ഭാഗമാണ്, കിഴക്കൻ രേഖാംശമാണ്. 68 ഡിഗ്രി ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി ഈസ്റ്റ് വരെയുള്ള ആ ഒരു അത്രയും അകലത്തിലാണ്, അത്രയും ഭാഗത്താണ് ഈ പറയുന്ന ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഏത് അർദ്ധഗോളത്തിലാണ്, ഇന്ത്യ എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മേഖലയിലാണ് അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ അർദ്ധഗോളത്തിലാണ് എന്ത് കാണപ്പെടുന്നത്, ഇന്ത്യ കാണപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റ് റീജിയണിലാണ് കാണപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റ് റീജിയണിലാണ് ഇന്ത്യ കാണപ്പെടുന്നത്.
നോർത്ത് ഈസ്റ്റ് റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റ് റീജിയനിലാണ് ഇന്ത്യ കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഒരു ഭൂമിശാസ്ത്രം നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇന്ത്യ എവിടെയാണ്, ഭൂമിയിൽ എവിടെയാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കേസ് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ഭൂമധ്യരേഖ എന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ 0° അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമധ്യരേഖ എവിടെ കൂടെ കടന്നു പോകുന്നില്ല, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. കാരണം ഭൂമധ്യരേഖയ്ക്ക് തൊട്ട് മുകളിൽ 8° മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ സ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 0° അക്ഷാംശ രേഖയായിട്ടുള്ള ഭൂമധ്യരേഖ എവിടെ കൂടെ കടന്നു പോകുന്നില്ല, ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നില്ല. ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല എങ്കിലും ഈ പറയുന്ന ഭൂമധ്യരേഖ പോലെയുള്ള അക്ഷാംശ രേഖ, ഭൂമധ്യരേഖ കടന്നു പോകുന്നില്ല. ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ 0° ആണ്. അപ്പോൾ 0° അക്ഷാംശ രേഖ കടന്നു പോകുന്നില്ലെങ്കിലും വേറൊരു അക്ഷാംശ രേഖ എവിടെ കൂടെ കടന്നു പോകുന്നു, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ വേറൊരു അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 23.5° നോർത്ത് അക്ഷാംശ രേഖ, 23.5° വടക്ക് അക്ഷാംശ രേഖ എവിടെ കൂടെ കടന്നു പോകുന്നു, ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ ആ അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേര്, 23.5° വടക്ക് അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേരാണ് ഉത്തരായന രേഖ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് 23.5° നോർത്ത് അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേരാണ് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. ഇനി ഈ 23.5° നോർത്ത് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പറയുന്ന രേഖ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്നത് 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ഏതൊക്കെയാണ് 8 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് തുടങ്ങാം. പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും വലുത് ഗുജറാത്താണ്. അപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, ഏറ്റവും കിഴക്ക് മിസോറാം. ഇങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഈ പറയുന്ന 23.5° നോർത്ത് അക്ഷാംശമായിട്ടുള്ള ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുജറാത്ത് പറയാം. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്ന ഏറ്റവും പടിഞ്ഞാറൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഗുജറാത്ത് പറയാം. ഏറ്റവും കിഴക്കൻ സംസ്ഥാനം ഏതാണ്, മിസോറാം ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ഉത്തരായന രേഖ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ കൂടിയാണ് കൂടുതൽ പ്രദേശവും, മധ്യപ്രദേശിലെ ഒരുപാട് പ്രദേശത്തുകൂടി പറയുന്ന ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. അപ്പം കൂടുതൽ കടന്നു പോകുന്നത് മധ്യപ്രദേശിലൂടെയാണ്. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്ന ഒരു തലസ്ഥാന നഗരമുണ്ട്. ആ തലസ്ഥാന നഗരം ഏതാണ്, ജാർഖണ്ഡിന്റെ തലസ്ഥാനമായിട്ടുള്ള റാഞ്ചിയാണ്. അപ്പോൾ ജാർഖണ്ഡിന്റെ തലസ്ഥാനമായിട്ടുള്ള റാഞ്ചിയിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഒരു തലസ്ഥാന നഗരി എന്ന് പറയുന്നത്. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്നതിന് അടുത്ത് കാണപ്പെടുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ട്, അതാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകുന്നതിന് അടുത്തുള്ള ഒരു മെട്രോപൊളിറ്റൻ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, കൊൽക്കത്ത നഗരമാണ്. ഇതാണ് നമ്മുടെ ഉത്തരായന രേഖയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് അക്ഷാംശ രേഖകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി രേഖാംശ രേഖകളെ പറ്റി പറയാം. അപ്പോൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുമ്പോൾ 0° ഭൂമധ്യരേഖയും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ രേഖാംശ രേഖയെ പറ്റി പറയാം. അപ്പോൾ രേഖാംശ രേഖ എന്ന് പറയുമ്പോൾ ആക്ച്വലി രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊസിഷൻ നമ്മൾ പറയാൻ വേണ്ടിയിട്ട്, സ്ഥാനം പറയാൻ വേണ്ടിയിട്ട്, രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഒക്കെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അക്ഷാംശ രേഖകൾ ഉപയോഗിക്കാമെങ്കിൽ രേഖാംശ രേഖകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് സമയങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, സമയം അറിയാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ രേഖാംശ രേഖകൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന, നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ കൂടി 0° രേഖാംശ രേഖകൾ എന്ത് ചെയ്യുന്നില്ല, കടന്നു പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ കൂടി 0° രേഖാംശ രേഖകൾ കടന്നു പോകുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 82° പൂർവ്വ രേഖാംശം കടന്നു പോകുന്നുണ്ട്. 82° പൂർവ്വ രേഖാംശം ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ്. അപ്പോൾ ഈ പറയുന്ന പൂർവ്വ രേഖാംശത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിർണ്ണയിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ മാനക സമയം നിർണ്ണയിക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന രേഖാംശത്തെ, ഈ 82° പൂർവ്വ രേഖാംശത്തെ, 82°
ഈസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന രേഖാംശത്തെ നമ്മൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം പറയാനായിട്ട്, മാനക സമയം പറയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പറയുന്ന രേഖാംശത്തെ അലഹബാദ് കാക്കിനട രേഖാംശം എന്നും അറിയപ്പെടാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് അലഹബാദ്, കാക്കിനട എന്നീ പ്രദേശങ്ങളിലൂടെ, എന്നീ നഗരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രേഖാംശമായതിനാൽ ഈ പറയുന്ന രേഖാംശത്തെ അലഹബാദ് കാക്കിനട രേഖാംശം എന്നും അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അലഹബാദ് രേഖാംശം അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിർണ്ണയിക്കുന്ന ഈ പറയുന്ന 82 ഡിഗ്രി പൂർവ്വ രേഖാംശം കടന്നു പോകുന്ന ഉത്തർപ്രദേശിലെ ഒരു സിറ്റി ഉണ്ട്. ആ പട്ടണമാണ് മിർസാപൂർ പട്ടണം എന്ന് പറയുന്നത്. ഈ മിർസാപൂരിൽ വലിയൊരു ക്ലോക്ക് ടവർ ഉണ്ട്. ഈ ക്ലോക്ക് ടവറിൽ സ്റ്റാൻഡേർഡ് സമയം എന്ത് ചെയ്യും, രേഖപ്പെടുത്തി കാണുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മിർസാപൂർ സിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു രേഖാംശമാണ് ഈ പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിർണ്ണയിക്കുന്ന രേഖാംശം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ മാനക രേഖാംശമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് രേഖാംശമായിട്ട് മാറിയത് 1906 ജനുവരി 1 മുതലാണ് അത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയത്. ഇനി 82 ഡിഗ്രി പൂർവ്വ രേഖാംശം, 82 ഡിഗ്രി ഈസ്റ്റ് രേഖാംശം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ ക്ലോക്ക് ടവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തർപ്രദേശ് ഉണ്ട്, അതുപോലെ തന്നെ മധ്യപ്രദേശ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീസയുണ്ട്. അപ്പം ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീസ തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പറയുന്ന 82 ഡിഗ്രി ഈസ്റ്റ് രേഖാംശം കടന്നു പോകുന്നത്. എന്നാൽ ഇത് കടന്നു പോകുന്ന ഒരേയൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് അല്ലേ? നമുക്ക് കാണുമ്പോഴേ അറിയാം ഒരേയൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇനി അതേസമയം ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പൂർവ്വരേഖാംശം ഇന്ത്യയിലെ ഇന്ത്യ കൂടാതെ ഒരു രാജ്യത്ത് കൂടി കടന്നു പോകുന്നുണ്ട്. അതായത് 82 ഡിഗ്രി പൂർവ്വരേഖാംശം, ആ പൂർവ്വരേഖാംശം കടന്നു പോകുന്ന മറ്റൊരു രാജ്യം കൂടിയുണ്ട്, അത് ശ്രീലങ്കയാണ്. ഇത് കടന്നു പോകുന്ന മറ്റൊരു രാജ്യമുണ്ട്, ശ്രീലങ്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒരേ സമയമാണ് കാണപ്പെടുന്നത്. ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലും ശ്രീലങ്കയിലും ഏകദേശം ഒരേ സമയം മാറ്റമാണ് എന്ത് ചെയ്യപ്പെടുന്നത്, കാണപ്പെടുന്നതെന്ന് പറയാൻ പറ്റും. അപ്പം നമുക്കിവിടെ വെച്ച് മനസ്സിലാക്കാം, നമ്മൾ അക്ഷാംശവും ഉണ്ട്, രേഖാംശവും ഉണ്ട്. അപ്പോൾ അക്ഷാംശം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളുടെ സ്ഥാനനിർണ്ണയം, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അക്ഷാംശ രേഖകൾ ഉപയോഗിക്കുന്നത്. രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സ്ഥാനം എവിടെയാണെന്ന് നിർണ്ണയിക്കാൻ, അതിനൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ അക്ഷാംശ രേഖകൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതേസമയം രേഖാംശ രേഖകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സമയം മനസ്സിലാക്കാനാണ്. അതായത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എന്താണ്, ഏത് സമയമാണ് മുന്നോട്ട് പോകുന്നത്, ഏത് സമയമാണ് പിന്നോട്ട് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രേഖാംശ രേഖകൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് കിഴക്കൻ ഭാഗത്താണ് കാണപ്പെടുന്നത്. കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ. ഗ്രീനിച്ച് രേഖയുടെ കിഴക്കു ഭാഗത്താണ് ഇന്ത്യ കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത്, ഗ്രീനിച്ച് രേഖയിലുള്ള രാജ്യങ്ങളെക്കാൾ ഏറ്റവും ആദ്യം സൂര്യൻ ഉദിക്കുന്നത് ഈ പറയുന്ന ഇന്ത്യയിലാണ്. അതായത് ഇന്ത്യ കിഴക്കാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം സൂര്യൻ എത്തുന്നു. അപ്പോൾ ആദ്യം നേരം വെളുക്കുന്ന അല്ലെങ്കിൽ ആദ്യം സമയം കടന്നു പോകുന്നത് ഇന്ത്യയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് സൂര്യൻ ഗ്രീനിച്ചിലേക്ക് അടുത്തടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഗ്രീനിച്ചിലോട്ട് എത്തുമ്പോൾ പിന്നീട് സമയവ്യത്യാസം ഉണ്ടാവും. ഇന്ത്യയുടെ സമയം ഓരോ ഗ്രീനിച്ച് സമയവുമായിട്ട് ബന്ധപ്പെടുത്തി വ്യത്യാസപ്പെടുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5.5 ഡിഗ്രിയാണ്. 5.5 മണിക്കൂർ വെച്ചിട്ടാണ് ഓരോ ഗ്രീനിച്ച് രേഖയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയും ഗ്രീനിച്ചിലുള്ള രാജ്യങ്ങളും തമ്മിൽ 5.5 മണിക്കൂർ ടൈം ഡിഫറൻസ് ഉണ്ട്. ഇന്ത്യയിൽ സമയം ഏറ്റവും വേഗത്തിൽ പോവും. 5.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ എന്ത് ചെയ്യുന്നത്, നേരം വെളുക്കുന്നത്. എവിടെ? ഗ്രീനിച്ചിലുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ ഇന്ത്യയാണ് മുന്നിലേക്ക് പോകുന്നത്. അതായത് ഇന്ത്യൻ സമയം മുന്നിലേക്കാണ് പോകുന്നത്. എപ്പോഴും ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സമയം എന്ന് പറയുന്നത്. അത്തരത്തിൽ സമയവ്യത്യാസങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗ്രീനിച്ച് രേഖയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗപ്പെടുത്തുന്നതെന്ന് പറയാൻ പറ്റും. ഇനി ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യം നമ്മൾ പറഞ്ഞു ശ്രീലങ്കയാണ്.
അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് നമ്മൾ സമയമൊക്കെ നിർണ്ണയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയാണ്. ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് സമയങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവയുടെയൊക്കെ നിരീക്ഷണം വെച്ചിട്ടാണ് നമ്മൾ സമയവ്യത്യാസങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ സമയവും സ്റ്റാൻഡേർഡ് സമയവും ഒക്കെ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വ്യത്യാസങ്ങൾ വെച്ചിട്ടാണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മാനക രേഖാംശം, അതായത് 82 ഡിഗ്രി പൂർവ്വ രേഖാംശമുണ്ട്. അതുപോലെ തന്നെ 23 ഡിഗ്രി ഉത്തരായന രേഖയുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഉത്തരായന രേഖ 23 ഡിഗ്രി ഉത്തരായന രേഖയും 82 ഡിഗ്രി പൂർവ്വ രേഖാംശം അല്ലെങ്കിൽ മാനക രേഖാംശവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പ്രദേശമുണ്ട്. ആ കൂട്ടിമുട്ടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ആണ്. അതായത് ഛത്തീസ്ഗഡിലാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നു. അത് കടന്നു പോകുന്ന ഒരു കോമൺ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതുപോലെ തന്നെ ഈ പറയുന്ന മാനക രേഖാംശം കടന്നു പോകുന്ന ഒരു കോമൺ സംസ്ഥാനവുമാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ ഈ രണ്ട് രേഖയും കൂട്ടിമുട്ടുന്നത് ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ വെച്ചിട്ടാണ്. രണ്ട് രേഖകളും എന്ത് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗം, താഴെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കാം. താഴെയുള്ള പോയിന്റുകൾ, നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പരിഗണിക്കാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഇന്ദിരാ കോൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഇന്ദിരാ കോൾ എന്ന് വിളിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ടുള്ള പോയിന്റാണ് ഇന്ദിരാ കോൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറയുമ്പോൾ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു പോയിന്റാണ്, വടക്കേ അറ്റമാണ് ഇന്ദിരാ കോൾ എന്ന് പറയുന്നത്. അത് ലഡാക്കിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലഡാക്കിലെ തന്നെ കാരക്കോണം മലനിരകളൊക്കെ കാണപ്പെടുന്നു. അപ്പോൾ ആ മലനിരകളും അവയുടെ ഉപപർവ്വത നിരകളും ഒക്കെ കാണപ്പെടുന്നു. അപ്പോൾ ഈ ഉപപർവ്വത നിരയിലുമൊക്കെയാണ് ഈ പറയുന്ന ഇന്ദിരാ കോൾ എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് പറ്റും. ഇനി മറ്റൊരു പ്രത്യേകത, ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്നത്, ഈ പറയുന്ന അതിർത്തി സംഗമിക്കുക, അതായത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ട്രിപ്പിൾ പോയിന്റ് ആണ് ഈ പറയുന്ന ഇന്ദിരാ കോളിൻ്റെ സമീപം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദിരാ കോളിൽ വെച്ചിട്ടാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ സംഗമിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇന്ദിരാ കോൾ എന്ന് പറയുന്നത്. ഫന്നി ബുള്ളോക്ക് വർക്ക്മാൻ ആണ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഇന്ദിരാ കോളിന് ആ ഒരു പേര് നൽകിയതെന്ന് പറയാൻ പറ്റും. ഇത് ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന പോയിന്റാണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പോയിന്റാണ് ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്ന കന്യാകുമാരി ഉൾപ്പെടുന്ന ഭാഗത്താണ് ഇന്ദിരാ പോയിന്റ് കാണപ്പെടുന്നത്. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ പ്രദേശമായിട്ടുള്ള ദ്വീപ സമൂഹത്തിന്റെ അറ്റത്താണ് കാണപ്പെടുന്നത് ഈ ഇന്ദിരാ പോയിന്റ് കാണപ്പെടുന്നത്. ആക്ച്വലി ഈ പറയുന്ന സമുദ്രത്തിലാണ് ഈ പറയുന്ന ഇന്ദിരാ പോയിന്റ് കാണപ്പെടുന്നത്. അത് തെക്ക് വരുന്ന ഒരു ഭാഗമാണ്, തെക്ക് വരുന്ന ഇന്ത്യയുടെ പോയിന്റാണ് ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലമാണ് ഇന്ദിരാ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഈ ഇന്ദിരാ പോയിന്റിനെ പിഗ്മാലിയൻ പോയിന്റ്, അതുപോലെ തന്നെ പാഴ്സൺസ് പോയിന്റ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇന്ദിരാ പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ്, പാഴ്സൺസ് പോയിന്റ് ഇതൊക്കെ ഒന്നാണ്. ഇനി ഇന്ദിരാ പോയിന്റിന്റെ ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് ഈ ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്ന പേര് കിട്ടാൻ കാരണം എന്ന് പറയുന്നത്, ഏകദേശം 1884 പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന ഇന്ദിരാഗാന്ധി ഈ പറയുന്ന ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് സന്ദർശിച്ചു, പിഗ്മാലിയൻ പോയിന്റ് സന്ദർശിച്ചു. അപ്പോൾ സന്ദർശിച്ചപ്പോൾ ആ പ്രദേശത്തിന് അവരോടുള്ള ആദരസൂചകമായിട്ട് ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്ന പേര് നൽകുകയാണ് ചെയ്തത്. ഇതാണ് ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ് അരുണാചൽ പ്രദേശിലെ കിബൂത്തു എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശിലെ കിബൂത്തു എന്ന് പറയുന്ന പ്രദേശമാണ്. ഇനി കിബൂത്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കിബൂത്തു എന്ന് പറയുന്നത് അവിടെ നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളാണ് ആ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത്. കിഴക്കൻ മേഖലകളിലെ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്, അതായത് അതിർത്തി രേഖയിൽ വരുന്ന രാജ്യങ്ങളാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾ, കിഴക്കേയറ്റത്ത് വരുന്ന ഈ രാജ്യങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ്റെ ഒരു നിയന്ത്രണത്തിലായിരിക്കും. ഇന്ത്യയുടെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ അവിടെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പറയുന്ന ചെറിയ പട്ടണമായിട്ടുള്ള കിബൂത്തു ഒക്കെ കാണപ്പെടുന്നത്. കിബൂത്തു ഒക്കെ ഒരു കുഗ്രാമമാണ്. അപ്പോൾ ആ കുഗ്രാമത്തിലൊക്കെ തന്നെ സൈനികരുടെ താവളങ്ങളുണ്ട്. അതായത് അവർ സൈന്യം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്കായിട്ടൊക്കെ കാവൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ പറയുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈനിക താവളമാണ് ഈ പറയുന്ന കിബൂത്തു എന്ന് പറയുന്ന സൈനിക താവളം എന്ന് പറയുന്നത്. ഇനി അത്തരത്തിലുള്ള ഒരുപാട് സൈനിക താവളം ഈ കിബൂത്തുവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സൈനിക താവളമുള്ളൊരു പ്രദേശമാണ് കിബൂത്തു. ഇന്ത്യയുടെ ആദ്യ സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ജനറൽ വിപിൻ റാവത്ത് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് കിബൂത്തു സൈനിക താവളത്തിന് 2022 ജനറൽ വിപിൻ റാവത്ത് സൈനിക പാളയം എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. അതായത് ഇന്ത്യയുടെ ആദ്യ സംയുക്ത സൈനിക മേധാവിയാണ് അന്തരിച്ച വിപിൻ റാവത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ഒരു ആദരസൂചകമായിട്ട് 2022 കിബൂത്തു സൈനിക പാളയത്തിന് ജനറൽ ബിപിൻ റാവത്ത് സൈനിക പാളയം എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ തന്നെയുള്ള സൈനിക താവളത്തിൻ്റെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ബിപിൻ റാവത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ നിർണായകമാണ്. ഈ സൈനിക താവളത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് ഇത്തരത്തിൽ സൈനിക താവളത്തിൻ്റെ പേര് മാറ്റിയതും. പിന്നെ അതുപോലെ തന്നെ ഈ അരുണാചൽ പ്രദേശിലെ ഈ പറയുന്ന കിബൂത്തു അടങ്ങുന്ന ഏരിയയിലെ റോഡിന് ജനറൽ ബിപിൻ റാവത്ത് മാർഗ് എന്ന പേര് നൽകുകയും ചെയ്തു. അപ്പോൾ കിബൂത്തു അടങ്ങുന്ന ആ റോഡ് ഭാഗത്തിന് ജനറൽ ബിപിൻ റാവത്ത് മാർഗ് എന്നുകൂടി പേര് നൽകുകയുണ്ടായി. അതും ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനോടുള്ള ആദരസൂചകമായിട്ടാണ് അത്തരത്തിലൊരു പേര് നൽകിയത്. ഇത് കിഴക്കു ഭാഗത്താണ്. ഇനി ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് ഗുജറാത്തിൽ കാണപ്പെടുന്ന ഗുഹാർ മോത്തി എന്ന് പറയുന്ന പ്രദേശമാണ് കാണപ്പെടുന്നത്. ഗുജറാത്തിലെ ഗുഹാർ മോത്തി എന്ന് പറയുന്ന പ്രദേശമാണ് ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും തെക്കു ഭാഗത്തായിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്കു ഭാഗത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട് സംസ്ഥാനമാണ്. ഇനി ഏറ്റവും കിഴക്കു ഭാഗത്തായിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശാണ് കിഴക്കു ഭാഗത്തുള്ള സംസ്ഥാനം. അത് ഉദയസൂര്യൻ്റെ നാട്, ആദ്യം സൂര്യൻ എത്തുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശാണ്. കാരണം നമുക്കറിയാം ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ടാണ് അരുണാചൽ പ്രദേശ് കാണപ്പെടുന്നത്. അപ്പോൾ കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അരുണാചൽ പ്രദേശാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്. അത് കിഴക്കാണ്. ഇനി അതുപോലെ തന്നെ പടിഞ്ഞാറ് ഗുജറാത്താണ്. വടക്കുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം ഈ പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ ജമ്മു ആൻഡ് കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമായതിനാൽ ഇപ്പോൾ വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശാണ്. ഇപ്പോൾ വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇനി ഏറ്റവും വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്കാണ്. അപ്പോൾ വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ലഡാക്കാണെന്ന് പറയാൻ പറ്റും.